വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഓർഗൻസ ഫാബ്രിക്കിലുള്ള നല്ലൊരു കളറാട്ടോ. ഒരു റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഡാർക്ക് പിങ്ക്, അത്രയും മജന്ത അല്ല, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ട് ഇതേപോലെ നല്ല എംബ്രോയിഡറി ഒക്കെ ആയിട്ട് നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. ഓൾ ഓവർ ആ ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. താഴോട്ടും ആ ഒരു എൻഡ് പോർഷനിലും ആ ഒരു ഡിസൈൻ ഉണ്ട്. ഞാൻ കാണിച്ചു ക്ലോസ് ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഉണ്ട്. ആക്ച്വൽ കളർ ഇതാണ്, റാണി പിങ്ക് എന്ന് പറയാം. ഇതുപോലെ ഉണ്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇതേപോലെ ഈ ഒരു സ്കാലപ്പ് വർക്ക്, ബാക്ക് സൈഡ് എല്ലാം ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഇതുപോലെ സ്കാൽപ്പ് ഉണ്ട്. ലൈനിങ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് നമുക്ക് സെയിം ടോൺ തന്നെ വേണമെങ്കിൽ ബോട്ടം സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പെൻസിൽ ബോട്ടം നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ ഇതിന് സിമ്പിൾ ആയിട്ട് നെറ്റിന്റെ ദുപ്പട്ടയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല നമുക്കൊരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നെറ്റിന്റെ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരു റെഡിലോട്ട് ഒരു സാധാരണ ഒരു നെറ്റ് കോട്ടയുടെ യോക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് ഒക്കെ ആയിട്ടുള്ള ഒരു യോക്ക കൊടുത്തേക്കുന്നത്. അത് ഞാൻ വേറെ ചെയ്യുമ്പോൾ കാണിച്ചു കേട്ടോ. സ്ലീവിൻ്റെ എൻഡിലോട്ടും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതേപോലെ ഇത് നമ്മൾ ഈ മൾട്ടി കളർ ഈ ഒരു ഇത് വരുന്ന എംബ്രോയിഡറി ചെറിയ മിറേഴ്സ് ഉള്ളതാണ്. ഇത് ശരിക്കൊരു ബർഗണ്ടി കളറാണ്, നല്ലൊരു കളറാണ്. അതിനകത്തിട്ട് യോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതുപോലെ ലാവൻഡറിന്റെ ഈ ഒരു ഷെയ്ഡിൽ ഓർഗൻസ ഫാബ്രിക്കിന്റെ യോക്ക് കൊടുത്തിട്ട്, ഇത് ജോർജറ്റാണ്, താഴോട്ട് വരുന്ന ജോർജറ്റാണ് കേട്ടോ. അപ്പം ഇത് പിന്നെ ഇത് ഞാൻ കാണിച്ചില്ല. ഇത് യെല്ലോ അല്ല, നല്ലൊരു യെല്ലോ ആട്ടോ. ഇത് ഓവർ മഞ്ഞയല്ല, അതിനകത്തോട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സെറി കൊണ്ടുള്ള ഒരു വീവിങ് വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ബോൾസ് ആ ഒരു സെയിം ടോൺ തന്നെ വരുന്നത്. നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ടും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബ്ലാക്കിലോട്ട് ഇതേപോലെ ഒരു യോക്ക് കൊടുത്തിട്ട് സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. അത് എൻഡിലോട്ടും ആ ഒരു ബോർഡർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയായിട്ടോ യെല്ലോവും റെഡും കോമ്പിനേഷൻ ഈ സോഫ്റ്റ് ബോൾസ് ഒക്കെ വെച്ചിട്ട് നെക്കിൽ ഇതേപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ടും യെല്ലോ തന്നെ നല്ലൊരു കളറാണ്. പിന്നെ നമ്മൾ വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിലും ഇതേപോലെ പെയർ ചെയ്യാം, ഇടാം. ഇത് ഞാൻ 2 ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു പ്രിന്റ് വരുന്നതും രണ്ടാമത്തെ ഇതുപോലത്തെ ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഫസ്റ്റ് ഒന്നിന്റെ ഇതാണ്, സെക്കൻഡ് വൺ ഇതാണ്. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ്. യോക്ക് ഇതേപോലെ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ആ യോക്കിലെ എംബ്രോയിഡറി ആണ് കേട്ടോ, നല്ല ഹെവിയാണ് അത്യാവശ്യം. അപ്പോൾ അതാണ് നല്ലൊരു കളർ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ല ഡാർക്ക് ലാവൻഡർ കളറാണ് കേട്ടോ, ലൈലാക്ക് കളർ എന്നൊക്കെ പറഞ്ഞു, നല്ല കളറാണ്. യോക്ക് ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ ഇതിലൊരു ബ്ലാക്ക് ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. ടോൺ ടു ടോൺ ആയിട്ട് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് മാത്രം ഇതാണ്, അല്ലെങ്കിൽ ടോപ്പ് മാത്രമായിട്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നെല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.